A warm welcome to everyone present here for this inspiring event, She in Power, story of women who inspire change. I'm starting this event with a beautiful African adage. If you educate a boy, you train a man. If you educate a girl, you train a village. Women's Day എന്ന് പറയുമ്പോൾ അതൊരു സെലിബ്രേഷൻ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ റിമെമ്പർ ഓഫ് ദി സ്ട്രഗിൾ, അച്ചീവ്മെന്റ്സ് ആൻഡ് എൻഡ്ലെസ്. Today we gather here not just to celebrate, but to inspire, to empower, and to knowledge the unstoppable force that women represent in every aspect of life, be it in leadership, entrepreneurship, arts, science, and at home. എന്താ ഗൈസ് ഒരു പവർ ഇല്ലാതിരിക്കുന്നേ? എന്ത് പറ്റി? എനർജി ഇല്ല. ഒരു വുമൻസ് ഡേ അല്ലേ, നമ്മൾ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ വന്നേക്കുന്നത്. സ്ട്രോങ് ലേഡീസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങളുടെ എനർജീസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ക്ലാപ്സ് ഒക്കെ കൊടുക്ക്. ഇത്രയുള്ളോ? ഈ സൈഡിൽ നിന്ന് എന്താ ഇല്ലാത്തേ? പോരെ പോരെ പോരെ, മോശം. കുറച്ചുകൂടി പവറില്ലേ? പിള്ളേരുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ, so let's make this event memorable. Let's celebrate the power of women, and most importantly, at least continue striving for equality and empowerment. Before we moving forward, let me take a moment to introduce our estimated guests who have broken barriers and made remarkable contribution in their field. Our first guest is a woman who captured the beauty of nature and the raw truth of life through her lens. She is not just a photographer, but a storyteller, a writer, journalist, and explore challenges, gen norms in a field domined by men. Please welcome the fearless and talented Seema Suresh ma'am. Next, we have a woman who embodies strength in the world of medicine. As a doctor specialized in family medicine, she is not just healing individuals but also battling the bias in inequality in healthcare, a true warrior on the medical field. Let's welcome inspiring Dr. Rarita Cherian. And finally, but last not the least, we have a woman who turned her passion into the thriving business, breaking the strategies in the food industry. As the managing director of Sadishta Frozen Food, she has relieved struggles for women entrepreneurs. Please put your hands together for the dynamic and visionary Rehma N.A. So let's begin the Empower conversation. Welcome to She in Power. So we can start from the medicine side. Okay, അപ്പോൾ മാമിനോടാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാം, എങ്ങനെയാണ് ഈ ഫാമിലി മെഡിസിൻ എന്നൊരു കരിയർ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ? അധികം ആരും ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഫീൽഡാണ്. കാരണം MBBS എന്ന് മാത്രം, അല്ലെങ്കിൽ ഗൈനക്കോളജി അങ്ങനത്തെ ഉള്ള സെക്ഷൻസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. എങ്ങനെയാണ് മാം ഈ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഈ ഒരു ഫീൽഡിലോട്ടുള്ള? ഹായ്, ആദ്യം തന്നെ ഡോക്ടർ എങ്ങനെയായെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു ചെറിയൊരു ഫണി സ്റ്റോറിയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വന്നൊരു ഗ്രീറ്റിംഗ് കാർഡ് എൻ്റെ ഫാദർ എനിക്ക് അയച്ച ബർത്ത്ഡേ കാർഡാണ്. അതിൽ വേർഡിങ്സ് ഇങ്ങനെയായിരുന്നു: ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഡോട്ടർ. എൻ്റെ അമ്മയാണ് എനിക്ക് വായിച്ചത്. എനിക്കന്ന് ഡോട്ടർ എന്താണെന്ന് അറിയില്ല. എനിക്ക് ആകെ പാട് കേട്ട് പരിചയമുള്ള ഡോക്ടർ എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ ഡോക്ടർ എന്ന് വിളിച്ചു. അപ്പം അന്ന് മുതലേ ഉള്ള ആ പേരിനോടുള്ള ഇഷ്ടമാണ് ഡോക്ടർ എന്നുള്ളത്. അപ്പം അങ്ങനെ പഠിച്ച് വലുതായപ്പോൾ ആ സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. പിന്നെ അങ്ങനെ എൻട്രൻസ് എഴുതി പാസ്സായി. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റ് പണ്ടത്തെ ഒരു കൺസെപ്റ്റായിരുന്നു. നമ്മൾ ഫാമിലി 3-4 പേര് ഒരുമിച്ചൊരു ഡോക്ടർ വിസിറ്റിംഗ് റൂമിലേക്ക് കയറുന്നു. അവിടെ ഡോക്ടർ എല്ലാവരും അസുഖങ്ങളും കേൾക്കുന്നു, മരുന്ന് എഴുതുന്നു, അങ്ങനെ പോകുന്നു. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇതിനെല്ലാം വിപരീതമായി ഞാൻ മെഡിക്കൽ കോളേജിലെത്തി. ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കണുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു സർജിക്കൽ ഫീൽഡാണെങ്കിൽ സർജറി ഇതേ കാര്യങ്ങൾക്ക് നന്നായി നോക്കും. പക്ഷെ നേരെ മറിച്ച് പേഷ്യൻ്റ് ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ, ഒരു അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കും. അതേപോലെ തന്നെയാണ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും.
മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻ്റ് ഒരു മുറിവുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല, നേരെ മറിച്ച് അവർ സർജറിക്കാരെ വിളിക്കും. അപ്പോൾ ഞാൻ ഇത്രയും നാൾ കണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച ആ ഡോക്ടർ കൺസെപ്റ്റ് മൊത്തം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാമിലി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നതും ചിന്തിക്കുന്നതും. അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ബേസിക് പ്രൈമറി കെയർ നോക്കുന്ന ഡോക്ടേഴ്സാണ് ഫാമിലി ഫിസിഷ്യൻസ്. സോ നമ്മളാണ് അറ്റ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കെയർ പേഷ്യൻസിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫ്രം കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പേഷ്യൻസിനെ ഹോളിസ്റ്റിക്കലി ആയിട്ട് നോക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? നോർമലി നമ്മളിപ്പം ഏത് ഡിഗ്രി കഴിഞ്ഞാലും ഇപ്പോൾ MBBS എടുത്തു കഴിഞ്ഞാലും ദർ ആർ ലോട്ട് ഓഫ് വുമൻസ് ആണ് കൂടുതലും പഠിക്കാൻ വരുന്നത്. പക്ഷേ അവർ പ്രാക്ടീസ് ഫീൽഡിലോട്ട് വരുന്നില്ല. നോർമൽ കുറേ മെയിൽ ഡോക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വാട്ട് മെയ്ഡ് യു ഇൻസ്പയർ ടു പ്രാക്ടീസ്? ഇതൊന്ന് ആ ഒരു കൺസെപ്റ്റൊക്കെ കുറേ മുൻപായിരുന്നു. അപ്പോൾ ഒരു 10-20 വർഷം മുൻപ് നോക്കി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കൂടുതൽ പുരുഷന്മാർ തന്നെയായിരുന്നു. പക്ഷെ അത് കുറേ മാറി. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ പറയുകയാണെങ്കിൽ 150 പേരുടെ ബാച്ചിൽ 42 ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുൾ ഗേൾസാണ്. അപ്പോൾ അത് ആ ഒരു ചേഞ്ചിങ് മെൻറ്റാലിറ്റിയുടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കാണിക്കുന്നത് അത്രയും ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങൾ വന്നത്. ഞാൻ ആ കാലഘട്ടത്തിലാണ് ഞാനും പഠിച്ചു വളർന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഡോക്ടേഴ്സിന് അത്രയ്ക്കൊരു ഡിഫിക്കൽട്ടി എൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. വി നോ ദാറ്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ മോർണിംഗ് ടു നൈറ്റ് വർക്ക് ചെയ്യണം ഏതെങ്കിലും എമർജൻസിയിൽ. അപ്പം ആ ഒരു കരിയറും ഫാമിലിയും എങ്ങനെയാണ് മാം ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്? സോ അതിനൊരൊറ്റ ആൻസറുള്ളൂ, ഫാമിലി. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ മെൻഷൻ ടു മൈ ഹസ്ബൻഡ്. എൻ്റെ PG ചെയ്ത സമയത്ത് എൻ്റെ കുട്ടികളെല്ലാം നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. തോന്നുന്നു ഇത് നമുക്ക് PG ചെയ്യുന്ന സമയത്താണ് ഏറ്റവും ടഫസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്. നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും, ബാക്ക് ടു ബാക്ക് ഡ്യൂട്ടീസ് ഉണ്ടാവും, എമർജൻസി കോൾ ഉണ്ടാവും. ഈ സമയത്തൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് അങ്ങനെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇതിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ഫീൽഡിലേക്കും മുന്നേറാൻ പറ്റും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. When it's come to ഇത് എങ്ങനെയാണ് ഈ ഒരു പാഷൻ, എങ്ങനെയാണ് ഈ ഒരു ജേർണി ഹാപ്പൻ ഇൻ യുവർ ലൈഫ്? സ്വാദിഷ്ട എന്ന ബ്രാൻഡ്. സ്വാദിഷ്ട എന്ന ബ്രാൻഡ് ആദ്യം തന്നെ വളർന്നത് സ്വാദിഷ്ടയായിട്ടല്ല. ഇതിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു ഹോം ബേക്കർ പോലെ ഒരു ഹോം ബേക്കിംഗ് ആണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തിൽ തന്നെ ഞാനും എൻ്റെ മദറിൻ്റെ കൂടിയിട്ടാണ് ഞങ്ങളൊരു കൊറോണ ടൈമിലാണ് ഞങ്ങൾ ആദ്യം ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു സമൂസയിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ കട്ട്ലേറ്റ് സമൂസ എന്ന 2 സ്നാക്സിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഹോം ബേക്കിംഗ് അല്ലെങ്കിൽ ഹോം ഫ്രൈങ് ഒരു ബിസിനസ്സായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൊറോണ ടൈമിലാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ള ഒരു ഷോപ്പുകൾക്കൊക്കെ നമ്മൾ സെയിലിംഗ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴുള്ളൊരു ഫാമിലിയിലുള്ളൊരു ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് വെറുതെ ഇരിക്കേണ്ട, അങ്ങനെ വീട്ടിൽ എപ്പോഴും കുക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഫാദറിലോ എപ്പോഴും മദറിലോ എപ്പോഴും പറയും എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു സെല്ലിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ വരുന്നത്. അതിനുശേഷം നമുക്ക് തന്നെ ഒരു ഷോപ്പ് എന്തുകൂടെ നമുക്ക് തുടങ്ങിക്കൂടാ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ലൈവ് കിച്ചണാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതും നമ്മളൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടിൻ്റെ തൊട്ടിട്ടുള്ളൊരു കിച്ചണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തു. ഞാനും ആദ്യം ഉമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാനും എൻ്റെ ഒരു അടുത്തുള്ളൊരു ചേച്ചിയും, ഇപ്പോൾ ഞങ്ങളെ മെയിൻ കുക്കാണത്, അവരും കൂടിയിട്ടാണ് പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. അതിനുശേഷം കുറേ സ്റ്റാഫുകൾ, നമ്മളടുത്തുള്ള കുറേ ചേച്ചിമാരെ നമ്മളിങ്ങനെ വിളിച്ചു. നമ്മളെ ഒന്നും അറിയില്ല, ഒന്നും ഒരു വീട്ടിൽ കറിയും ചോറും വെച്ചിരുന്ന ഒരു ചേച്ചിമാരെ നമ്മൾ കൊടുന്നിട്ട് ഇപ്പോൾ നമ്മളെ ഷെഫുമാരെ നമുക്ക് ഒരു റിയൽ എംപവർമെന്റ് ഇവിടെ കേൾക്കാൻ പറ്റില്ലേ? ഇപ്പോൾ പലരും നമ്മളെ നൈബേഴ്സാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മളെ ഷെഫുമാരൊക്കെ തന്നെ അവർ വന്നു, അവരെ നമ്മൾ പഠിപ്പിച്ചെടുത്തു, എന്നിട്ട് അവരിലേക്ക് എത്തിച്ചു. അവരാണിപ്പോൾ റൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, അവർ റൺ ചെയ്യും. നമ്മളെന്ത് പറയുക അത് അങ്ങനെ തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ ഒരു ലൈവ് കിച്ചണായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് നമുക്ക് ഒരു ചിന്ത തുടങ്ങിയത്. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഒരു ഷോപ്പിലേക്കുള്ള ഡെയിലി പ്രൊഡക്ഷൻ ലൈവായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്
നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു അടുത്തത് ഫ്രോസൺ ആണ് അടുത്തത് നമുക്ക് ഫ്രോസൺ ആക്കി വെക്കാം. അപ്പോൾ അതെങ്ങനെ ഹൈജീനായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് ഹൈജീനാണ് നമ്മൾ ഓപ്ഷൻ. അപ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഫ്രോസൺ ചെറിയൊരു ഫ്രീസറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2-3 ഫ്രോസൺ യൂണിറ്റുകളുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രോസൺ ആക്കി ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ കിച്ചൺ ആക്കിയിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടി നല്ല ബെറ്റർ ഫ്രോസൺ യൂണിറ്റ്. അതിൽ കുറേ ചേച്ചിമാർ, കുറേ ഇത്തമാർ, നമുക്കിപ്പോൾ ഒരു 27ഓളം നമുക്ക് സ്റ്റാഫ് ഉണ്ട്. അതിൽ മെജോറിറ്റി നമുക്ക് ലേഡീസാണ്. അവരെന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ത്രെഡ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് പ്രൊഡക്റ്റായിട്ട് തരാനുള്ള ഒരു കഴിവിലേക്ക് അവരെത്തിച്ചു. അവരെന്ന് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അവരെന്ന് പറയുന്നത് ഒരു വീട്ടിൽ ചോറും കറിയും ഭർത്താവിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് വെച്ചു കൊടുത്തിരുന്ന ചേച്ചിമാർ. അവർ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷെഫുമാരാകും എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പം അവരൊക്കെ അതിൽ സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ. സോ നൈസ് ടു ഹിയർ ദാറ്റ്. നമുക്ക് നമ്മളിലേക്ക് എത്താം. മെൻസ് മാത്രം അടക്കി വാഴുന്നുകൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊരു പ്ലാറ്റ്ഫോമിൽ ലേഡി സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ് മാം ഈ ഒരു പാഷനിലേക്ക്? ഐ നോ ദാറ്റ് യൂസ് എ റൈറ്റർ, ജേർണലിസ്റ്റ്, സ്ട്രെങ്ത് ഓഫ് ജേർണലിസം ആൻഡ് എവറിഥിങ് വിത്ത് യു. എങ്ങനെയാണ് മാം ആ ഒരു പാഷനിലേക്ക് ഒരു മൂവ്? ഗുഡ് ഈവനിങ്. ആദ്യം എഴുന്നേറ്റ് നിൽക്കട്ടെ, കാരണം ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ എല്ലാ സുന്ദരിമാർക്കും ഹാപ്പി വിമൻസ് ഡേ. പിന്നെ അത് മാത്രമല്ല, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ നാട് ചൂണ്ടലാണ്. അപ്പം എൻ്റെ നാട്ടിലുള്ള രുചി കാറ്ററേഴ്സ് സ്നേഹം വാരി വിതറിക്കൊണ്ട് എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്ന രുചി കാറ്ററേഴ്സിനെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഒരു ത്യാഗം തന്നെ പറയണം. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറ്ററിംഗ് സർവീസ് ഇത്ര നന്നായി ചെയ്യുന്ന ആളുകൾ ഒരു വിമൻസ് ഡേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്തായിരുന്നു ചോദ്യം? മറന്നുപോയി. എങ്ങനെയാണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നുള്ള, ഐ നോ ദാറ്റ് യൂസ് എ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്, മോറോവർ ദാറ്റ്. ഓക്കെ, ആക്ച്വലി ഞാൻ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നിന്നാണ് എക്കണോമിക്സിൽ ഒരു സെക്കൻഡ് ക്ലാസ് ബിരുദത്തോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. ബാക്ക് ബെഞ്ചർ എന്ന് പറയാൻ പറ്റില്ല, കലയോടായിരുന്നു കൂടാൻ താല്പര്യം. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ PG എക്കണോമിക്സും ഞാനും PGക്ക് എക്കണോമിക്സിന് ചേർന്നു. പക്ഷെ ഞാനും എക്കണോമിക്സും കൂടി ഒരുമിച്ച് പോവില്ല എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ജേർണലിസം എടുത്തു. ജേർണലിസ്റ്റായിട്ട് ഒരു 13 വർഷത്തോളം വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു. അതിൻ്റെ ഇടയിലാണ് അവിചാരിതമായിട്ട് കാട്ടിലേക്കൊരു യാത്ര നടത്തുന്നത്. കാട്ടിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് യാത്ര പോയത്. അന്ന് എൻ്റെ തല തിരിഞ്ഞു എന്ന് തന്നെ പറയാം. ഞാൻ കണ്ട ഒരു കാട് എന്ന് പറയുന്നത് ഇത്രയും സുന്ദരമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞോട് കൂടിയിട്ട് ഞാൻ തിരിച്ചു വരികയും അതിൻ്റെ ഇടയിൽ വിവാഹം എന്ന് പറയുന്ന കാര്യമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ക്യാമറാമാനാണ്, ഇപ്പോൾ അബുദാബി മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹമാണ് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കാട്ടിൽ പോയിട്ട് നല്ല ഇഷ്ടമായി. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല പടങ്ങൾ എടുത്തപ്പോൾ ഞാൻ മാത്രം ഫോക്കസ് ഇല്ലാത്തൊരു ചിത്രം എടുത്തു. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ നീ പോയി പഠിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ജേർണലിസം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ കാട്ടിലേക്ക് ക്യാമറയും കൊണ്ട് പോകാനൊരു തീരുമാനം എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞു തലതിരിഞ്ഞു കുട്ടിയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സീമ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് ഇന്ന് സീമ ഇവിടെ ഇരിക്കുന്നത്. അതാണ് എന്താ പറയുക, അത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷമാണ് എൻ്റെ അച്ഛനമ്മ പോലും സുരേഷ് ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അവർ കുട്ടിയുടെ ഇഷ്ടത്തിന് പൊക്കോളും എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത്. ആസ് എ ഗേൾ, മോസ്റ്റ് ഓഫ് ദ വുമൻസിന് ഇപ്പോഴും സെൽഫ് ഹൈജീനെ പറ്റിയിട്ട് ഒരു നോളജ് ഇല്ല. മേ ബി അവർ വളർന്നു വന്ന സാഹചര്യം, അതേപോലെ സോഷ്യൽ നോംസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഒരു ചാർട്ട് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ പറ്റും? ഉദ്ദേശിച്ചത് സെൽഫ് കെയർ ആണ്. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. ഒന്ന് മെൻറ്റൽ ആസ് വെൽ ആസ് ഫിസിക്കലാണ്. സോ മെൻറ്റൽ ഹെൽത്ത് കെയർ അത് വലിയൊരു ടോപ്പിക്കാണ്. ഫിസിക്കൽ പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും കുളിക്കാൻ എന്നും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടിയും
ഇൻ ഡെപ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സൊക്കെ കുറച്ചുകൂടിയും ഹൈജീൻ ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് സോയിലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ കോസ് അറിയണം. പലപ്പോഴും എന്തുണ്ടാവും കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നം ഒരു വജൈനൽ ഡിസ്ചാർജും വരുന്നുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് അത് ആരും അഡ്രസ്സ് ചെയ്യാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു അസുഖമായിരിക്കാം, ചില ആൾക്കാർക്ക് നോർമലി ഉണ്ടാവുന്ന ഫ്ലോ ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ പോയി കാണണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഹൈജീൻ നമ്മൾ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മുടെ ബോഡി കുറച്ചുകൂടി വീക്ക് ആയിരിക്കും, നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കപ്പായാലും പാഡായാലും എന്തായാലും കുറച്ചും കൂടിയും റെഗുലർ ഇൻ്റർവെൽ ചേഞ്ച് ചെയ്യുന്നു. ആ ഭാഗം ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തെങ്കിലും സട്ടൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കാര്യമായിട്ട് ഗൗരവത്തിലെടുത്തിട്ട് അതിനനുസരിച്ച് മെഡിക്കൽ അഡ്വൈസ് വേഗം സീക്കേണ്ടതാണ്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു കൂടുതലൊരു ജനൈറ്റൽ ഹൈജീനാണ് കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം ഫ്രോസൺ ഫുഡ്സ് നമുക്കറിയാം, ബേസിക്കലി നമ്മൾ ഡേ ബൈ ഡേ പീപ്പിൾസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രോസൺ ഫുഡ്സ് ആണ്. നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ് ത്രൂ ആണ് നമ്മളുടെ ഫുഡ് പാക്കിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോട്ട് കിച്ചണിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പ്രോസസ്സല്ലേ ചോദിച്ചത്? അതിൻ്റെ ഒരു ഹോട്ട് കിച്ചണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോട്ട് കിച്ചണിൽ നമ്മൾ പറയുന്നത് മസാല മേക്കിംഗ് ആണ്. അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോസൺ യൂണിറ്റിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഒരു ചൂടും ഇതൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റും. അതിൻ്റെ ഫുള്ളി പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളി റാപ്ഡാക്കി നമ്മളെ ഫ്രീസർ യൂണിറ്റിലേക്ക് മാറ്റും. അങ്ങനെ നമ്മൾ ഫ്രോസൺ കീപ്പ് ചെയ്യും. നമ്മളൊരു ടെമ്പറേച്ചർ അറ്റൈൻ, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള -60 ഡിഗ്രിയിലൊക്കെ നമ്മൾ അറ്റൈൻ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മളതൊരു പാക്കിങ്ങിലേക്ക് മാറ്റുള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ഫ്രോസൺ പാക്കറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്വാദിഷ്ട യൂണിറ്റിൽ നിന്ന് നമ്മൾ ഓരോ പാക്കറ്റായിട്ട് ഇപ്പോൾ സ്നാക്സൊക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. റീറ്റെയിൽ പാക്കേജിങ് ഒക്കെ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്. ഫ്രോസൺ യൂണിറ്റിലൂടെയാണ് നമ്മൾ അങ്ങനെ. ആക്ച്വലി എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഡേഞ്ചറസ് സ്റ്റഫാണത്. നമുക്ക് പോകുന്നത്, ട്രാവൽ ചെയ്യുന്നത്, വൈൽഡ് ആനിമൽസ് നമുക്ക് അറ്റാക്ക്. അപ്പം ഇത് എങ്ങനെയാണ് ഈ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പാത്തിലോട്ട് നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം? എല്ലാവർക്കും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയാലോ. ഇവരൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അവർക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോണത്, അവരെടുക്കുന്നു. പക്ഷെ കാട്ടിൽ കയറുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എന്താണ് വരിക, ആനയാണോ കടുവയാണോ സിംഹമാണോ എന്താണ് വരുന്നത് നമുക്കറിയില്ല. കാട്ടിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ കലവില കൂട്ടാനല്ല പോകണം, നമ്മൾ അവരുടെ ലോകത്തേക്കാണ് പോകണം. അപ്പം നമ്മൾ ഏറ്റവും നിശബ്ദരായിട്ട് കാട്ടിൽ കയറുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ മിണ്ടാറില്ല, കാട്ടിൽ കയറുമ്പോൾ നമ്മൾ ബഹളം വയ്ക്കാറില്ല. പിന്നെ അത് മാത്രമല്ല, നടന്നു പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ, ഇപ്പം നിങ്ങൾ ഈ അതിരപ്പള്ളിയൊക്കെ പോവില്ലേ, അതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കും. ആനയെ കാണുമ്പോൾ നമ്മൾ സെൽഫി എടുക്കും അല്ലേ. ആനയ്ക്കറിയില്ല അത് ആരാണ്, സീമ സുരേഷാണോ അല്ലെങ്കിൽ വേറെ ആൾ ദേവയാണോ ഒന്നൊന്നും ആനയ്ക്കറിയില്ല. ആന വരും, ആനയുടെ മുന്നിൽ അത് ഏറ്റവും വലിയ ശത്രുവാണ് അല്ലേ, ആന ചവിട്ടി കൂട്ടും. അപ്പം നമ്മുടെ മെഷേഴ്സ് നമ്മൾ തന്നെ എടുക്കണം. ഒരിക്കലും അതിരപ്പള്ളി അല്ലെങ്കിൽ കാട്ടിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. ആന പലപ്പോഴും ഇപ്പം ആനക്കലി എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്താ കാരണം? കാട്ടിലെ വെള്ളം കുറഞ്ഞു, ആനകൾ ഇറങ്ങുന്നു, ഭക്ഷണമില്ല. അങ്ങനെ വരുമ്പോഴാണ് താഴോട്ട് വരുന്നത്. താഴോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ മാക്സിമം ആനയെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സന്തോഷത്തിന് ഒരു കല്ലെടുത്ത് എറിയുന്നു, അല്ലെങ്കിൽ ആനയെ കൂക്കി വിളിക്കുന്നു. അങ്ങനെ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആനക്കലി, ആനയെ ഇതാവുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി കാട്ടി പോകുമ്പോൾ ഇത് മാത്രമല്ല, പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അമ്മമാരായാലും കുട്ടികളായാലും എപ്പോൾ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വീട്ടിലുള്ള പാക്കിങ്സ് മുഴുവൻ കൊണ്ടുപോകും അല്ലേ, ചിപ്സ് ഫുള്ള് കൊണ്ടുപോകും. നമ്മൾ കഴിക്കും, എന്നിട്ട് ബാക്കിയുള്ളത് എവിടെ ഇടും, കാട്ടിലേക്ക് അല്ലേ. ഒരിക്കലും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കൊണ്ട് കാട്ടി പോകരുത്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടെങ്കിലും നമ്മൾ വണ്ടിയിൽ വയ്ക്കുക. ഭക്ഷണം കഴിച്ചിട്ട് അവയെ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. കാട്ടിലുള്ള ജീവികളിൽ കാട് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരിക്കലും നമ്മൾ അവയെ ഫീഡ് ചെയ്യരുത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ആന നേരെ നടന്നു വരുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ല പോകേണ്ടത്, നമ്മൾ ബാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കണം.
കാരണം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക. എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇങ്ങനെ പുട്ടുംകുറ്റി നിങ്ങളൊക്കെ വിചാരിക്കാറില്ല, വലിയ ക്യാമറയും കൊണ്ട് പോകാറില്ലേ? എന്താ, ഒരു പരിധിയുണ്ട് നമുക്ക്. ആനയായാലും ഏത് ജീവിയായാലും ഒരു പരിധിക്ക് അപ്പുറം നിന്നിട്ട് വേണം നമ്മൾ ഫോട്ടോകൾ എടുക്കാനായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രകൃതിയാണത്. പ്രകൃതിയിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടേതായ സ്വയം ഒരു രക്ഷ ആദ്യം നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാട്. കാരണം നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഏത് ജീവിയുടെ മുന്നിൽ പോയാലും നമ്മളെ നോക്കിയിട്ട് വേണം ആദ്യം പെരുമാറാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്വയം തന്നെ ആർജിച്ചെടുക്കണം. പ്രകൃതിയെ നമ്മൾ നന്നായി കാണുന്നുണ്ടെങ്കിലും പ്രകൃതിയിലേക്ക് കയറുമ്പോൾ വന്യജീവികളുണ്ട് എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ കാട്ടിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഒരു സിവിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. കാട് വന്യമൃഗങ്ങളുടേതാണ്, നമ്മുടേതല്ല. നമ്മളെ വല്ലപ്പോഴും കയറി ചെല്ലുന്ന അവധൂതന്മാർ മാത്രമാണ്. എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചു കയറുകയാണ് അങ്ങ്. അപ്പോൾ അതിൻ്റെതായ മാന്യതയോടുകൂടിയും അതിൻ്റെതായ കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമ്മൾ കാട്ടിൽ കയറാനായിട്ട്. റീസെന്റ് ഒരു ഫോട്ടോ ഹിറ്റ് ആയിട്ടുണ്ടല്ലോ വുമൻസ് ഡേ പ്രമാണിച്ച്. അത് ഒരു മസായി മറയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു പുള്ളിപ്പുലി നടന്നു വരുന്നു. ആ പുള്ളിപ്പുലി ഒരു ചെറിയൊരു വെള്ളക്കെട്ടിനിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് ഒറ്റ ചാട്ടാണ് മുകളിലേക്ക്. ആ ഒരു ചിത്രത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതൊന്നും ഫോട്ടോ ഈ വുമൺ എന്താ ഇൻ പവർ എന്നല്ലേ പറഞ്ഞത്? വുമൺ ഇൻ പവർ എന്ന് പറഞ്ഞിട്ട് പവർ കുറവാണ്. ഇങ്ങനെയാണോ വുമൻസ്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചോദിക്കും കണ്ടോ, കയ്യടി കൊടുക്കും, കയ്യടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഈ ടീമാണ് ഡിജിറ്റൽ മാർക്കറ്റ് ടീമാണ്. ഞങ്ങൾ പരസ്പരം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫി മേഖലകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലേഡി സെക്ടറിലുള്ള ഒരു എംപവർമെന്റ് ആയിട്ടുള്ള ഒരാള് ഈ ഒരു മേഖലയ്ക്ക് വരിക, അല്ലെങ്കിൽ കുട്ടിക്കും കൂടിയിട്ടുള്ള ഒരു ലോകത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ എക്സ്പോഷർ ആണ് പലതുമായിട്ട് എല്ലാതായിട്ടുള്ള ഒരു വുമൺ എംപവർമെന്റ് വരുന്ന ഒരു ലേഡീസ് ഇതിൽ കാണപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ഇതാണോ പലതും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ മാമിന് തോന്നുന്ന ഇതുകൾ എന്താണ്? ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തോന്നുന്ന ഒരു ഇത്, അപ്പൊ അത് മുൻകൂട്ടിയിട്ട് മനസ്സിലുണ്ടാവും, ഇന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇത് കിട്ടണം. അതിനെ വെച്ചിട്ട് ഒരു ഇത് പറയാൻ പറ്റാം. ഒരു കാട്ടിൽ പോയാലും ഞാൻ വിചാരിച്ച ഫ്രെയിം കിട്ടാറില്ല. കാരണം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് എല്ലാ കാട്ടിലും കയറാറുള്ളത്. എനിക്ക് ആനങ്ങനെ നടന്നു വരുമ്പോൾ ഇപ്പുറത്ത് കൂടെ ഒരു കടുവ വരണം. കടുവ വരില്ല, കടുവയ്ക്ക് തോന്നണ്ടേ? ഇതൊരിക്കലും ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫി അല്ല. നമ്മൾ നേച്ചർ ലൈറ്റില് സൂര്യപ്രകാശവും നിഴലും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോകൾ എടുക്കുന്നത്. പിന്നെ ഒരു ആന നടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ചിന്ത ഉണ്ടാവുക വെച്ചെങ്കിൽ, ഈ ആനയെ നമ്മൾ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യണം, ക്യാമറയിൽ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് ഉണ്ടാവുക. അപ്പോൾ മോഡൽ ഷൂട്ട് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റപ്പ് ചെയ്യാം. ഇത് കടുവ ലൈറ്റപ്പ് ചെയ്യാൻ നിന്ന് തരുമോ? കടുവ നമുക്ക് വേണ്ടി ഒരിക്കലും പോസ് ചെയ്യില്ല. കടുവയുടെ ഹാബിറ്റാറ്റിലൂടെ നടന്നു പോണത്. കടുവ നമ്മളെ വിളിച്ചാൽ നിൽക്കൂല, നമ്മളെ ആക്രമിക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പം നിങ്ങൾ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നതല്ലേ, അവരുടെ അത്ര റിസ്ക് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആരോടും കമ്മിറ്റഡ് അല്ല. ഞങ്ങൾക്ക് കടുവയുടെ ഫോട്ടോ എടുക്കാമെന്ന് ഞങ്ങൾ കടുവയോട് പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഒരു ചെക്കനും പെണ്ണും തമ്മിൽ താലി കെട്ടിയില്ലെങ്കിൽ, അമ്മാവനില്ലെങ്കിൽ അമ്മായി ഇല്ലെങ്കിൽ കുടുംബകലഹം എന്തായിരിക്കും അല്ലേ? അപ്പോൾ അത്രത്തോളം ഞങ്ങൾക്ക് റിസ്ക് ഇല്ല. പക്ഷെ കാട്ടിൽ പോണ റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഞാൻ എൻ്റെ ഒരു ചലഞ്ചായിട്ട് ഞാൻ ഇതും കൊണ്ടിട്ടേ വരുള്ളൂ എന്നുള്ളൊരു ചലഞ്ച് എനിക്കുണ്ട്. ആ ചലഞ്ച് ഉള്ളതുകൊണ്ട് കൂടി മാത്രമാണ് ഞാൻ കാട്ടിപ്പോണത്. പിന്നെ നിങ്ങൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് എന്ത് നേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സന്തോഷത്തിന് ജീവിക്കണം അല്ലേ? എനിക്കൊരു ചിത്രം കിട്ടുമ്പോൾ, എനിക്കൊരു കാട്ടിൽ കയറുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. നമ്മുടെ സന്തോഷം കഴിഞ്ഞിട്ടേ നമ്മൾ എപ്പോഴും സ്ത്രീകൾ, ഞാൻ ഇതായിട്ട് പറയാണ്, നമ്മളെപ്പോഴും കുടുംബത്തിന് വേണ്ടി ജീവിക്കണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ കഴിവ് കറക്റ്റായിട്ട് പറഞ്ഞ് നേടിയെടുക്കണം. ഇപ്പം മാഡം പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡാണ് PGക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്തുകൊണ്ടാണ് ഈ മാഡം ഇപ്പോൾ ഫ്രോസൺ ആഹാരത്തിനെ കുറിച്ച് വായി തോരാതെ പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് നല്ലൊരു ഫാമിലി കിട്ടി, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. ഒരിക്കലും ഫാമിലി നമ്മൾ തള്ളി പറയരുത്. നമ്മൾ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പം എല്ലാം ക്ലിയർ ആയിരിക്കും. ഹായ് മാം, ഇങ്ങനെ മൃഗങ്ങളെ കാണുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ പാനിക് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്തിട്ടുള്ളത്?
ബുദ്ധിയും ബോധമില്ലാത്തതുകൊണ്ടേ അന്തണ്ടാവില്ല എന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായില്ല. ലാസ്റ്റ് കഴിഞ്ഞ മെയ്യിൽ ഞാൻ ജിം കോർബറ്റിൽ പോയി. ഞങ്ങൾക്കൊരു വൈൽഡ് ലൈഫ് ട്രാവലിംഗ് കമ്പനി ഉണ്ട്. ഞങ്ങൾ 4 പേര് കൂടി ചേർന്ന് ഇതിലാണ്. ഞാൻ സ്ത്രീയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എന്നെ കൺസിഡർ ചെയ്യുന്നത് അവരെക്കാൾ ഉയരത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും. അപ്പോൾ അവർ എൻ്റെ കൂടെ ഒരു ടീമിനെ വിട്ടു. എൻ്റെ കൂടെ ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്തുള്ള കാടുകളിൽ നമ്മൾ ഒരിക്കലും നടക്കാൻ സമ്മതിക്കില്ല. നമ്മളെ ജീപ്പിലെ കൊണ്ടുപോകും. കാരണം കടുവയും ആനയൊക്കെ ഉള്ള കാടുകളിൽ ഒരിക്കലും നമ്മളെ നടത്തിക്കൊണ്ടുപോകില്ല. അപ്പോൾ എൻ്റെ കൂടെ പ്രശാന്ത് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവൻ ആദ്യമായിട്ടാണ് ജിം കോർബറ്റിൽ വരുന്നത്. ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ഹേഡ് ആനക്കൂട്ടത്തിന് ഹേഡ് എന്ന് പറയാം. കുഞ്ഞുങ്ങളും ഉണ്ണിവാവകളും വല്യച്ഛനും കുഞ്ഞച്ഛനും എല്ലാവരും കൂടി ഒരു വലിയൊരു ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വളരെ സമാധാനത്തോടു കൂടി 3 ജീപ്പുകാരിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ യുവതലമുറയിലെ കുറച്ച് സുന്ദരന്മാരായിട്ടുള്ള ആൺപിള്ളേരെ ബഹളം ഉണ്ടാക്കിയിട്ട് കടന്നുപോയി. അവർ കൂളായിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അവർ പോയി. പക്ഷെ അതിലുള്ള ഒരു കുഞ്ഞുള്ള പെണ്ണാന ഓടി വന്ന് അപ്പം ഇവർ പോവുകയും ചെയ്തു. ഞങ്ങൾ 3 നാൾ നിൽക്കണം. ഞാനാണെങ്കിൽ അന്തമൊന്നുമില്ലാതെ നിന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആന വന്നു എൻ്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിന്നു. പെട്ടെന്ന് ഇങ്ങനെ നിന്നു. എൻ്റെ കൂടെയുള്ള പ്രശാന്ത് അയ്യോ എന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഹിന്ദിയിൽ കരയാൻ പറ്റില്ല, മലയാളത്തിൽ തന്നെ അയ്യോ എന്ന് പറഞ്ഞു. ഇവൻ ഉത്തരാഖണ്ഡിലത്തെ അവന് ഹിന്ദി മാത്രമാണ്. ഇവനും പേടിച്ചു, ഡ്രൈവറും പേടിച്ചു. അവന് സ്റ്റാർട്ട് ചെയ്യണ്ടായില്ല. ഞാനങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയച്ഛനും കാണാൻ പറ്റില്ല എന്ന് പേടിച്ചു. സത്യമായിട്ട് അപ്പോഴേ എനിക്ക് ഒരു ആദ്യം ഞാൻ എന്ത് അന്തമില്ലാത്ത പരിപാടിയാണ് ചെയ്യണമെന്ന്. അങ്ങനെ ഡ്രൈവറെ എങ്ങനെയാണ് എടുത്തത്. അവൻ പിന്നെ 4 കിലോമീറ്ററൊക്കെ അപ്പുറത്ത് പോയിട്ടാണ് വണ്ടി നിർത്തിയത്. അവനും ആകെ പേടിച്ചു പോയി. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് എന്താ പറയുക, നമ്മളതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിലും ഞാൻ അന്ന് ഒരു വല്ലാത്തൊരു പേടി പേടിച്ചു. എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കരയാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സെക്യൂരിറ്റിയും കൂടി നോക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഒരേ ഒരു അനുഭവം, ഒരേ ഒരു ആനക്കഥ. അതിൽ ഞാനിപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നവരെ ഞാൻ നന്നായി പറഞ്ഞ് ഇതാക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഞാൻ എന്നെ നന്നായി നോക്കാനും പഠിച്ചു. അപ്പോൾ ഹലോ മാം പറഞ്ഞു മാമിൻ്റെ സപ്പോർട്ട് മാമിൻ്റെ ഹസ്ബൻഡായിരുന്നു. ഡു യു തിങ്ക് എ വുമൻ നീഡ് എ സപ്പോർട്ട് ടു ഗെറ്റ് എംപവർഡ്? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പുരുഷൻ വേണമെന്നില്ല. പക്ഷെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ, ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ, ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു സാഹചര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു റാപ്പുണ്ട്. എന്താ പറയുക, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ദേഷ്യത്തിൽ എന്നെ ചീത്ത പറയുന്ന, ഒരിക്കലും കരയരുതെന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട്. നീ കരഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോൾ ആരെങ്കിലും കരയുന്നത് ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ കരച്ചിലില്ല, ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കരഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ എന്നെ പോസിറ്റ്സ് പറയുന്നത്, കാരണം പുരുഷന്മാരുടെ ഒപ്പമാണ് യാത്ര. അപ്പോൾ നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ കരയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പിന്നെ എനിക്ക് അത് അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഞങ്ങൾ തമ്മിൽ 2 പേരും ഞങ്ങൾ തുല്യരായി ജീവിക്കുന്ന ആളുകളാണ്. നീ നിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും സ്വന്തമായിട്ട് അധ്വാനിച്ച്, സ്വന്തമായിട്ട് യാത്ര ചെയ്ത്, സ്വന്തമായിട്ട് സമയം അതിനു വേണ്ടി ജീവിക്കുന്ന കുട്ടികളാണ്. അതിന് ഞങ്ങൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഒരു സ്ത്രീക്കും പുരുഷൻ വേണമെന്നൊന്നുമില്ല. അത് മസ്റ്റായിട്ടുള്ള കാര്യം. കൈയടിക്ക് കാരണം എന്താണെന്ന് അറിയില്ല. അപ്പം അയാൾ ആരോടോ പറഞ്ഞു എനിക്ക് അവരെ തീരെ ഇഷ്ടമല്ലാന്ന്. അപ്പം അന്നത്തെ ഇതിൽ ഒരു 8-9 കൊല്ലം മുമ്പായിരുന്നു. അപ്പം എനിക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാം, എനിക്കും ഇഷ്ടമല്ല. ഇപ്പം ഞാനത് പറയുകയാണെങ്കിൽ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ അനുഭവം കൊണ്ടാണ് പഠിക്കുക. ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേറെ രീതിയിലല്ല ഇഷ്ടമല്ല. എനിക്ക് അയാളെ ഇഷ്ടമാണ്. എന്താ കുഴപ്പം? അത് നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞതാ. ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ആവശ്യമൊന്നുമില്ല. സ്ത്രീക്ക് മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഞങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഡിപ്രഷൻ എന്താ, പിന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് എന്താന്നൊക്കെ നമ്മൾ പറയാൻ തയ്യാറാവുന്നത് എപ്പോഴാണ്? ഈ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ 80-70 കിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ അവർ മനസ്സിൽ വെച്ച് ഇരിക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഒരു പുരുഷനോട് പണ്ട് പറയാൻ പറ്റുമോ? നീ പോയിട്ട് അടുക്കളയിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് പോവാ, മറ്റേത് എടുത്തുകൊണ്ട് പോവാ എന്നാ പറയുക.
സ്ത്രീയുടെ പണിയാണ് അടുക്കള എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറി 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 ഇപ്പം എന്താ, ഇപ്പോൾ 20 കിഡ്സ് എന്നല്ല പറയാ, എന്താ പറയുക, തള്ള വൈബായി, അതാണ് പറഞ്ഞത്. അപ്പൊ അതായപ്പോ ഇപ്പൊ എന്താ പറയുന്നത്, നിന്റെ ഒപ്പം ഞാനും പണിയാൻ തയ്യാറാണ് എന്ന് പറയുന്ന പുരുഷന്മാരുണ്ട്. അങ്ങനെ ഒരു പുരുഷന്റെ ഒപ്പം ജീവിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നീ അടുക്കളയിൽ നിന്ന് ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന പുരുഷന്റെ ഒപ്പം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അവനവന്റെ ചോയ്സാണ്. കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടേ, എന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ സുരേഷിനോട്, ഹസ്ബൻഡായിട്ട് സുരേഷിനാണ് ഞാൻ പറയണ്ടത്, ഞാൻ ഭരിക്കുമ്പോൾ നിങ്ങളും ഭരിക്കുന്നു പറയുന്നത്. അല്ല, അത് സ്നേഹം കൊണ്ട് പറയേണ്ടത് എന്താണെന്നറിയോ, എന്റെ സാമീപ്യം ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് അദ്ദേഹം ഭരിക്കും. തിരിച്ചങ്ങനെയാണ് അല്ലേ? സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് അല്ലേ? ഞാനത് ഇതായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തെ കൊല്ലുന്നില്ല അർത്ഥത്തിലല്ല, സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് അല്ലേ? എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ വിയോഗം അദ്ദേഹത്തിലെ മരണത്തിന് തുല്യമാകും. ഇപ്പൊ ഞാൻ പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ യക്ഷിയായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും പറയാം. ഞാനും അതിനെ ഇതിൽ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് എനിക്കുണ്ട്. അതുകൊണ്ട് അതിന് ഞാനും പറയുന്നു, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാനും ഒന്നുമല്ല, എനിക്ക് എന്തെങ്കിലും എൻ്റെ പാഷന് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്വപ്നം പോലും എനിക്ക് ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നൊരു ചെറുപ്പകാലത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എന്താണ് ഇനി ഭാവി, നമ്മുടെ പാഷൻ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഫാമിലിയും ഒരു ഹസ്ബൻഡും ഉണ്ടെങ്കിൽ അവരാണ് എനിക്ക് നിൻ്റെ പാഷന് നീ മുന്നോട്ട് പോ, അല്ലെങ്കിൽ നീ ഇത് അച്ചീവ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തള്ളി വിടുന്നത്. നമ്മളെപ്പോഴെങ്കിലും മടി പിടിച്ചാൽ പോലും എൻ്റെ ഹസ്ബൻഡ് നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ലേ, നീക്കുന്നിട്ട് അത് എപ്പോഴും അങ്ങനെ പറയുന്ന ഒരു ഹസ്ബൻഡ് എനിക്ക്. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചോദിച്ചില്ലേ, ഒരു ആണ് വേണോ കൂടെ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഒരു ആൺതുണ ഉണ്ടായതുകൊണ്ട് ഇനി എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫാദറിൻലോയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോവാം. പക്ഷെ ഞാൻ വളർന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്കത് പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പേടിയാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അച്ചടക്കം അങ്ങനെയുള്ളൊരു രീതിയിൽ വളർന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നൊക്കെ മാറ്റി ഹസ്ബൻഡാണ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് ലൈഫ് തന്നത്. അത് അപ്പോൾ നമുക്ക് എൻ്റെ കേസിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഹസ്ബൻഡ് ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അവർ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫ് നമുക്ക് തരും. എനിക്ക് തോന്നുന്നു എപ്പോഴും ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ്. എനിക്ക് നേരെ തിരിച്ചും അതേപോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാതെ ജീവിക്കാൻ പറ്റും, അതേപോലെ തന്നെയാണ് പുരുഷന്മാർക്കും സ്ത്രീകളില്ലാതെ ജീവിക്കാൻ പറ്റും. ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളില്ലാതെ അവരൊന്നും ആവില്ല. ഓക്കെ, പക്ഷെ അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കൂടെ ഒരാളുണ്ടാവുമ്പോഴാണ് നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനായാലും വിഷമങ്ങൾ ഷെയർ ചെയ്യാനായാലും ഒരു എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. ഞാനടക്കമുള്ളവർ, ഇന്നത്തെ കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും മൊബൈലിന് അഡിക്റ്റഡ് ആണ്. ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമുക്കതെന്ന് രാത്രി നമുക്ക് റീൽസ് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? അങ്ങനെ ഒരു അവസ്ഥ സത്യമല്ലേ? നമ്മൾ മൊബൈലിൽ അഡിക്റ്റഡ് അല്ലേ? നമ്മുടെ വീട്ടിലെ കുട്ടികൾ അഡിക്റ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിനൊന്ന് തരണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. കൂടുതൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മളിൽ ഒരു സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, അപ്പം അതിൽ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ എൻഗേജ് ചെയ്യുക. എനിക്കൊന്നും പണ്ടത്തെ ഒരു രീതി പോലെയല്ല. ഇപ്പോൾ ആരും അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ രീതികളൊന്നുമില്ല. എല്ലാവരും ഈ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക, ചായ കുടിക്കുകയാണെങ്കിൽ മൊബൈൽ കൈ പിടിച്ചിരിക്കുക. അപ്പോൾ ആ രീതി നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്യണം. നമ്മളൊരു ഗുഡ് എക്സാമ്പിൾ ആവണം പിള്ളേർക്ക്. നമ്മൾ ഫുൾ ടൈം ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ കുട്ടികൾ വിചാരിക്കുക അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾക്കും ഇത് തന്നെയാണ്. ഇപ്പോൾ കണ്ടുവരുന്ന സാധാരണ പിള്ളേർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പണ്ടൊക്കെ എന്താ ചെയ്യുക, അവരെ കളിപ്പിക്കുക, ചിരിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നേരെ മാറി. ഇപ്പോൾ പിള്ളേർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മൊബൈലിൽ എങ്ങനെ ഗെയിം കളിക്കാം അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിളും കറക്റ്റ് അല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് പിള്ളേരുള്ള സമയത്ത് പിള്ളേർ വരുമ്പോൾ നമ്മൾ ഈ മൊബൈൽ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാര്യം. പിന്നെ നമ്മൾ പണ്ടത്തെ രീതിയിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കുന്നത് നല്ലത്. വീണ്ടും സംസാരങ്ങളും ഒത്തുകൂടലും അങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ തന്നെ മാറ്റിയെടുക്കണം കാര്യം. നമ്മളിപ്പം ഫോൺ ഒരുപാട് ഉപയോഗിക്കുക, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കൂടുതൽ മെൻ്റൽ ഹെൽത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വേറൊരാൾ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കൊരു തുണ അല്ലെങ്കിൽ നമുക്കൊരു വേറൊരാളായിട്ടുള്ള ഇൻട്രാക്ഷൻ എപ്പോഴും വേണം.
ഈ ഫോണിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മളൊരു ലിവിങ് അല്ലാത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പ്രശ്നം അതാണ് റിയൽ വേൾഡ് എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ റീൽസ് നമ്മൾ എടുക്കുന്ന കുറേ പേര് നമ്മൾ റീൽസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതൊക്കെ എന്തോരം വട്ടം നമ്മൾ റിപ്പീറ്റഡ് ടേക്സ് വെച്ചിട്ടാണ് ആ വീഡിയോ വരുന്നത്. പക്ഷെ അത് കാണുന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്താൽ കൊള്ളാലോ എന്നാണ് ചിന്ത വരുന്നത്. അപ്പോൾ അത് റിയാലിറ്റി പോകുമ്പോൾ നമ്മളുടെ മൈൻഡും അനുസരിച്ച് ഭയങ്കരമായിട്ട് നാരോ ഡൗൺ ആവാണ്. അത് മാത്രമല്ല ഭയങ്കര ഇമ്പൾസീവ് ആവാണ്. പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ടോക്ക് കണ്ടതിൽ പറഞ്ഞത് പണ്ടത്തെക്കാളും കൂടുതൽ പിള്ളേർ ഇമ്പൾസീവ് ആവാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടം പറയുന്നതെന്ന് വിചാരിക്കുക. ഡോക്ടർ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കുട്ടിയോട് ഇഷ്ടം പറയണം. പണ്ടത്തെ കാലത്താണെങ്കിൽ അതിന് റെസ്പോൺസ് വരാൻ നമുക്ക് ഒന്നെങ്കിൽ കുട്ടീനെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് കത്ത് വഴിയോ ഫോൺ വഴി അങ്ങനെ കുറച്ച് ഡിലേ വരുന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടാവും. ഇത് ചിലപ്പോൾ യെസ് ആവാൻ സാധ്യതയുണ്ട്, നോ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തലയിൽ ആ ഒരു 2 ആൻസേഴ്സും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു ഫോണിലേക്ക് ഇപ്പോൾ ഭയങ്കര ആക്സസ് ഉള്ള ഒരു ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്താകുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് യെസ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ കിട്ടാണ് അല്ലേ. നമുക്ക് ആ ടൈം ഡിലേ വരുന്നില്ല. ആ ടൈം ഡിലേ ഇല്ലാത്തതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്. ആ പെട്ടെന്നൊരു നെഗറ്റീവ് അല്ലെങ്കിൽ നോ, ആ റിജക്ഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ഇമ്പൾസീവ് ആവുന്നത്. മാം പറഞ്ഞല്ലോ നോ പറയാനായിട്ടുള്ള ഒരു ഹെസിറ്റേഷൻ. ഈ നോ പറയാനുള്ള ഹെസിറ്റേഷൻ എല്ലാവരിലും ഉണ്ട്. അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? ഫോർ എക്സാമ്പിൾ അൺടച്ച്, നമുക്ക് അറിയാലോ റോങ് ടച്ച് നമ്മളൊന്ന് തൊടുമ്പോൾ, അല്ലെങ്കിൽ ഗേൾസിനും എപ്പോഴും പണ്ട് വളർത്തുന്ന ഒരു രീതിയുണ്ട്, നീ പെണ്ണാണ് അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും കുറേ ഫാമിലീസിൽ അത് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസി. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ടെർമിനോളജിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു ടാബു പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളെല്ലാവരും വെസ്റ്റേണൈസ്ഡ് ആയി തുടങ്ങിയത്. അപ്പോൾ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. എല്ലാവരും വിചാരിക്കുന്ന ഡ്രസ്സിൽ മാത്രമാണ് നമ്മൾ വെസ്റ്റേണൈസ് ചെയ്തേക്കുന്നതെന്ന്. നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ടീനേജിലുള്ള ആൾക്കാർ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലും സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ടീനേജിലെ ആൾക്കാർ സെക്ഷൽ ലൈഫിൽ ഇൻവോൾവ് ആവും എന്നുള്ള കാര്യം. നമുക്കതൊക്കെ വിദൂരമായ സ്വപ്നമാണ്. അതൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ എന്നാണ് പലപ്പോഴും ഇപ്പോഴും വീട്ടുകാർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ആ രീതി മാറി. ഡ്രസ്സുകൾ മാറ്റം പോലെ തന്നെ ഇങ്ങനത്തെ ചിന്താഗതികളും മാറ്റം വരണം. അപ്പം അതേപോലെയുള്ള മാറ്റങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിലും ആ മാറ്റം വരണം. ഇപ്പോൾ പുറം നാട്ടിൽ നമുക്കറിയാം സെക്ഷൽ ലൈഫിനൊക്കെ കുറേ മുൻപ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ച് സെക്ഷൽ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റേതായ യാതൊരു എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതാണ് ആ ഇമ്പോർട്ടൻസ്. നമ്മൾ ആദ്യം ഈ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട്ടുകാർ, അമ്മമാരായാലും അപ്പന്മാരായാലും പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ തയ്യാറാവണില്ല. അപ്പം ആ രീതിയാണ് ആദ്യം മാറ്റേണ്ടത്. അപ്പോൾ അതിന് എന്താണ് വാട്ട് ഈസ് ഗുഡ് ടച്ച്, വാട്ട് ഈസ് ബാഡ് ടച്ച്, അത് മാത്രമല്ല എന്താണ് അവർ ശരീരം എന്താണെന്ന് പോലും വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു ആർത്തവം ഒരു മെനാർക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയുന്ന ഒരു ബ്ലീഡിങ് ആയി, അത്രയേ ഉള്ളൂ. പക്ഷെ അത് എന്തിനുള്ളതാണ് എന്താണ് എന്ന് കാര്യം ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് വീട്ടിൽ നിന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണോ നമുക്ക് നോളജ് കിട്ടുന്നത്, ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കും, ചിലപ്പോൾ പിയർ ഗ്രൂപ്പ്സിൽ നിന്നായിരിക്കും അങ്ങനത്തെ. അപ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള നോളജ് ആവില്ല. അപ്പോൾ നമുക്ക് ആരാണോ കൂടുതൽ അങ്ങനത്തെ നോളജ് തരുന്നത് ആ ഭാഗത്തേക്കൊരു ചായ വരും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഈ സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അല്ല, മൊത്തത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ പല പെൺകുട്ടികൾക്കും അവരുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ, ബെസ്റ്റിക്കും ബോയ് ഫ്രണ്ടിനും ഇടയിലുള്ള അല്ലേ നമ്മൾ ഇതിൽ കാണുന്നില്ലേ. സത്യമായിട്ടും ഇതെൻ്റെ ബെസ്റ്റിയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്, അവർക്ക് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ പല കുട്ടികൾക്കും ഉണ്ട്. അഡിക്റ്റഡ് ആയിട്ടില്ല, ഇൻസ്റ്റാഗ്രാം അഡിക്റ്റഡ് ആയിട്ട് ഇതെൻ്റെ ബെസ്റ്റിയാണ്. നമ്മൾ റീൽസിൽ പലതും കാണുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന 2 ദിവസം പരിചയപ്പെട്ട ഒരാളുടെ ഒപ്പം ഇങ്ങനെയാണ് ഇറങ്ങിപ്പോവുക അല്ലേ. അതൊക്കെ ഒരു നമുക്കൊന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കാണാത്ത ഒരാളുടെ അത് ശരിക്കും പറയാൻ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു എഡ്യൂക്കേഷൻ വേണം അല്ലേ.
അതായത് ആണെന്താ പെണ്ണെന്താ എന്നുള്ളത് രണ്ടും തുല്യരാണ്. അതേസമയം റിലേഷനുകൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, 2 കുട്ടികൾ ഇവിടെ എത്തി, ബോംബെയിൽ വരെ എത്തി. എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള മാറ്റങ്ങളാണോ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ കൾച്ചറിനോടുള്ള ഇതാണോ, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കൊരു റിലേഷനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റ് ഒരു അനിശ്ചിതത്വം ഉണ്ട് പലർക്കും. പണ്ട് മുതലേ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്കൊരു താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ സെക്ഷൽ ഇതാണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ഒരു +2 വരെ, അല്ലെങ്കിൽ ഒരു +2 വരെ പറയുമ്പോൾ ഒരു ക്രഷായിരിക്കും മെയിനായിട്ട്. അത് നമുക്കത് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടം തോന്നി, ആ ഇഷ്ടം അങ്ങനെ പോവാണ്. പക്ഷെ അതല്ല ലൈഫ്. പലപ്പോഴും എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് സെക്സിനോടൊപ്പം ഒരു ഇഷ്ടം തോന്നി, ഇപ്പോഴത്തെ നടക്കുന്നത് ഓപ്പോസിറ്റ് പേഴ്സണോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ നേരെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പം അതിലുണ്ടാവുന്ന ഒരു പ്രശ്നം, അവർ മനസ്സിലുണ്ടാവുന്നത് ആദ്യം ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ സെക്ഷാലിറ്റിയാണ് കൂടുതൽ അവരെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം. പക്ഷെ മനസ്സിലാക്കുന്നത് അതല്ല ലൈഫിലത്തെ ഏറ്റവും വലിയ കാര്യം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കുറേ പേരുള്ളവരോട്, അവരോടും ചോദിച്ചാൽ മതി എത്ര വട്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്ഷാലിറ്റി അല്ലെങ്കിൽ സെക്ഷലി ഇൻവോൾവ്മെൻറ്റ് എത്ര നാളെ കൂടുമ്പോൾ ഉണ്ടാവുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതാണ് ലൈഫ്, ഇങ്ങനെ സെക്ഷലി ആവുന്നതാണ് കൂടുതൽ ലൈഫ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തിലത്തെ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലത്തെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ്. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ 2 പേരും നോളജ് വൈസ് ആയാലും ഫിനാൻഷ്യലി ആയാലും ഗ്രോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കാണണം. ഇതൊന്നും ഇല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സെക്ഷൽ മാത്രമാണ് വലിയൊരു കാര്യം ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് ചാടി കയറി ഒരാൾ ഇഷ്ടമാവുന്നു നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതല്ല ലൈഫ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ചാടി കയറി ഇങ്ങനത്തെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു പറയാം +2 വരെ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഇമ്മച്ചുവർ ക്രഷിനെയാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇഷ്ടപ്പെടണ്ട എന്നല്ല, ആ ഇതിനെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇഷ്ടം നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കൊണ്ടുപോകാം. ഓക്കെ, ആ ഒരു നിങ്ങളുടെ എല്ലാ ലൈഫിലത്തെ എല്ലാ ആസ്പെക്റ്റിലും അത് നിങ്ങളെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ പോകും. പക്ഷേ നേരെ മറിച്ച് വായോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകാമെന്ന് പറയുന്ന ഒരാളെങ്കിൽ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണോ എനിക്ക് ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എനിക്ക് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട്, 7-6 വയസ്സായിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ വിടുമ്പോഴൊക്കെ നമുക്ക് ചിന്തിക്കുന്നത്, ഓരോ ന്യൂസ് കാണുമ്പോഴും ഓരോ ദിവസം ചിന്തിക്കുന്നതും ഒക്കെ ഇതിനെ പറ്റിയിട്ട് തന്നെയാണ്. എങ്ങനെ വളർത്തണം, ഏതാണ് കേൾക്കേണ്ടത്, ഏത് ഭാഗത്തു നിന്ന് ഏത് ടോക്കാണ് കേൾക്കേണ്ടത്, എങ്ങനെ വളർത്തണം, ബെസ്റ്റ് പാരൻറ്റിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഒരു യങ് പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പലരും പറയാറുണ്ട്, നമ്മൾ ഓരോ ഷോസിൽ മുതലൊക്കെ കാണാം, നമ്മൾ സ്കൂളിലാണ് ആദ്യം നമ്മൾ ഈ എഡ്യൂക്കേഷൻ വളർത്തേണ്ടതെന്ന്, സെക്സ് എഡ്യൂക്കേഷൻ. കാരണം പിള്ളേരെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇടം എന്ന് പറയുന്നത് സ്കൂളാണ്. ആ ഒരു സ്കൂളിൽ തന്നെ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടല്ലോ പിള്ളേർ. ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുണ്ട്, അവർ ചേർന്നിരുന്നിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും, ഇതൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ മാം പറഞ്ഞില്ലേ, ഇവരുടെ ഫോക്കസ് അതിലോട്ട് മാത്രമാണെന്നുള്ളത്, സെക്സ് മാത്രമാണ് ഒരു ബന്ധത്തിൽ മെയിൻ എന്നുള്ളത്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ പറ്റും ഒരു സ്കൂളിൽ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതാണ് ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിൽ ഏതെങ്കിലും ഒരു നിയമം മാറ്റണം അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഡോക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഒരുപാട് അതിക്രമങ്ങളൊക്കെ കൂടുകയാണല്ലോ. അതുപോലെ ഡോക്ടേഴ്സിൻ്റെ മെൻ്റൽ പ്രഷർ ഉണ്ടാവും, അവരുടെ മെൻ്റൽ ഹെൽത്തും ഒരു പരിധിവരെ വീക്കായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരണം അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഏത് ലോ മാറ്റണം എന്നതിനേക്കാളും കൂടുതൽ പൊതുജനം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തോരം ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നു അത്രയും നമ്മൾ ഡിഫെൻസീവ് ആയിരിക്കും. ഓക്കെ, സാധാരണ ഒരാൾ പണ്ട് ഒരു വയറുവേദനയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്യാസ് കയറിയതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയഗ്നോസിസിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ മറ്റ് ഹിസ്റ്ററി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അവർ തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. നമുക്കത് അസസ് ചെയ്ത് പറയാൻ പറ്റും ഇത് ഗ്യാസിൻ്റെ ആയിരിക്കുന്നത്.
പക്ഷേ നിങ്ങൾ ആക്രമണങ്ങൾ കൂടുമ്പോഴുള്ള പ്രശ്നം നമ്മളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു, അത് ഗ്യാസിൻ്റെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ഓർഡർ ചെയ്യും. ബ്ലഡ് ടെസ്റ്റിൽ നിൽക്കുമോ? ഇല്ല. നിങ്ങൾക്ക് അപ്പോഴും സംശയമാണ്, ഇത് ഇതിൻ്റെ ഇനിയാവോ? അപ്പം ശരി, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയേക്കാം. പക്ഷെ അപ്പോഴും സ്കാനിലല്ലാതും കിട്ടില്ല. അപ്പം ഒരു കാര്യം ചെയ്യാം, CT സ്കാൻ ചെയ്യാം. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നമ്മൾ സംശയിക്കുന്നു, അത്രയും നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ ആയാലും ആ ഒരു എന്താ പറയുക, ഒരു ഗിവിങ് എന്താ പറയുക, ഒരു ഹോൾ ഹാർട്ടഡ്ലി നിങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തോരം നമ്മളെ കെയർ ചെയ്യുന്നു, അതിനേക്കാൾ നന്നായി നമ്മൾ കെയർ ചെയ്യും. നിങ്ങൾ എന്തോരം ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ അത്രയും ഡിഫെൻസീവ് ആയിരിക്കും. ട്രസ്റ്റ് ഡോക്ടേഴ്സ്. നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സാണ്. ഇപ്പം കുട്ടി ഡോക്ടേഴ്സാണ്. ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആയിട്ട് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോട്ട് ഓഫ് ബയാസ് ഉണ്ടാവരുത്. എങ്ങനെയാണ് ബയാസിനെല്ലാം ഒന്ന് തടുത്ത് ഓക്കെ ഐ ക്യാൻ ഡു ദിസ്? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബയാസ്, നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും അതിലൊരു ചാലഞ്ചിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കേസിൽ വരികയാണെങ്കിൽ ഞാൻ അത്ര ചാലഞ്ചസ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തന്നെ വരുന്നത് ഞാൻ ഇപ്പം നമ്മളെ ഒരു സ്വാദിഷ്ട എന്ന് പറയുന്നത് രുചിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. അപ്പോൾ രുചി എന്ന് പറയുന്നത് 47 ഇയേഴ്സോളം ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടാണ് നമ്മളിപ്പോൾ സ്വാദിഷ്ട എന്ന് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ചാലഞ്ചിങ് ഇല്ല. പക്ഷേ എപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷേ എൻ്റെ കേസിൽ വരുമ്പോൾ ഞാൻ അത്ര ചാലഞ്ചസ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി എൻ്റെ റൂട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു. കോമ്പറ്റീറ്റേഴ്സ് എപ്പോഴും ബിസിനസ്സിലുണ്ട്. അതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്, നമ്മൾ എവിടെ ഫിക്സ് ചെയ്യണം, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറണം എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമുക്ക് അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ റിസർച്ച് ചെയ്യുകയാണ്. നമ്മളെ ഒരു പ്രൊഡക്റ്റ് എവിടെ വെക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ എത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗോൾ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗോൾ കഴിഞ്ഞെന്നില്ല. അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാനുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മൾ ചാലഞ്ചിങ് ഫാക്ടേഴ്സ് ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻസ് ഉള്ളൊരു മാർക്കറ്റാണ്. നമ്മൾ മരിക്കണ വരെ കോമ്പറ്റീഷൻസ് ഉള്ളൊരു മാർക്കറ്റ് ഫുഡ് ഇൻഡസ്ട്രി ആയിരിക്കും. ഡെയിലി വേണ്ട സാധനം ഫുഡ്. ഏതൊരു ഇൻഡസ്ട്രി തകർന്നാലും ഫുഡ് ഇൻഡസ്ട്രി തകരില്ല. നമ്മൾ മരിക്കണ വരെ നമുക്ക് ഫുഡ് ആവശ്യമാണ്. അതുകൊണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചാലഞ്ചിങ്. അതെങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഒരു പീപ്പിളുടെ ഇടയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചാലഞ്ചിങ് ആയിട്ട് വരുന്നത്. ഫ്രോസൺ യൂണിറ്റ് എൻ്റെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് ഹൈജീൻ ഫാക്ടറൊക്കെയാണ് മെയിനായിട്ട് നമുക്കതിൽ ചാലഞ്ചായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ചെറിയൊരു ഫേമായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൽ നമുക്ക് പരിമിതികൾ കുറേ കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ നമുക്ക് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്പേസിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്കുണ്ട്. കാരണം നമുക്കൊരു വലിയ സ്പേസ് ആദ്യം തന്നെ എടുത്തിട്ട് നമുക്ക് വലിയൊരു പൈസ ചിലവാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. എങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്കൊക്കെ മാറി. ഇപ്പോൾ ഇനി അവിടെ കയറിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും പോരാ, ഇനി നമുക്ക് അടുത്തേക്ക് കയറണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതെ, എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ് ബിസിനസ്. ഒറ്റയടിക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറില്ല, സ്റ്റെപ്പിൽ കൂടെ തന്നെ കയറിയിട്ട് പോകണം. ആസ് എ ബിസിനസ് വുമൺ, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും മാമിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സജഷൻ എന്ന് പറഞ്ഞു? ബെസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പലർക്കും പലതും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ കുറേയൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ്, യങ് ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരൊക്കെ ടീമിലുള്ളവരാണ്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പിള്ളേർ ചിലപ്പോൾ വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് ഡോക്ടറാവാൻ വന്നവരായിരിക്കാം. ചിലർക്ക് ചിലപ്പോൾ പാഷനായിട്ട് ബിസിനസ് ചെയ്യണം എന്നായിരിക്കും ഇപ്പോൾ ഇവരെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ പലതും ചില പിള്ളേർ ഇപ്പോൾ ഒരാളൊരു ഇൻസ്പിറേഷണൽ വാക്ക് കേൾക്കുകയാണ് ബിസിനസ്സിനെ കുറിച്ചിട്ട്, അപ്പോൾ ചിന്തിക്കുകയാണ് എനിക്കിനി നാളെ മുതൽ ബിസിനസ് മതി, ഇപ്പം ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല ശരിക്ക്. ഞാനും എൻ്റെ യങ് ഏജിലൊക്കെ ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവാം, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും.
അങ്ങനെയല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോഴും അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്യുക, എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു തിയറി നമുക്ക് ഉണ്ടാവുക, അതെങ്ങനെ പ്രാക്ടിക്കലാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് നല്ലൊരു അതിൻ്റെ ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സജഷൻ. അല്ലാതെ നമ്മൾ എടുത്ത് പിടിച്ചോ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടത്തിൻ്റെ പിന്നിൽ പോവുക എന്നുള്ള രീതിയിൽ പോവാതിരിക്കുക. അതിനെക്കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ബിസിനസ്സിൽ ഇറങ്ങാം. അക്കോർഡിംഗ് ടു ഫോട്ടോഗ്രാഫി ഈസ് ഓൾവേസ് ഫോർ മെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കില്ല. വൈ അല്ല, അങ്ങനെ പറ്റില്ലല്ലോ. അതാ പറഞ്ഞ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ ഒരുപാട് മെൻ ബയാസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇപ്പം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ക്യാമറ എടുത്ത് പോകുമ്പോൾ സപ്പോർട്ട് എന്ന് പറയും ചിലർ. പണ്ടൊക്കെ നമ്മൾ കാട്ടിലൊക്കെ പോയി വന്ന് നമ്മൾ ഫേസ്ബുക്കിലും ഇതൊക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നമ്മുടെ ഒരു ചിന്ത ഞാൻ ഇത്രയും ഇതെടുത്തു. നമ്മൾ തുടക്കക്കാരാകുമ്പോൾ ഒരു പ്രശ്നമില്ലേ, നമുക്ക് ആക്രാന്തം കൂടും ഫോട്ടോ എടുക്കാനായി. നമ്മൾ ഫോട്ടോ എടുത്ത് ഇടുന്നു, അപ്പോഴേക്കും അത് കഴിയുമ്പോഴേക്കും നമ്മളറിയാത്ത വിദൂരതയിൽ എവിടെ ഇരുന്നിട്ട് നമ്മളെ വെറുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവളതേ കാട്ടിലേക്ക് എന്തോ ഒരു ക്യാമോഫ്ലാഷ് ഡ്രസ്സും കോട്ടും ഇട്ട് ഭർത്താവിൻ്റെ കാശും കൊണ്ട് ഒരാൾ എഴുതിയതാണ് ഫേസ്ബുക്ക്, ഞാൻ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദുബായിലുള്ള ഭർത്താവിൻ്റെ കാശ് കളയാൻ വേണ്ടി അവൾ കാട്ടിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അന്ന് കേട്ടപ്പോൾ ഞാനിരുന്ന് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞു. എൻ്റെ ബുദ്ധിമാനായ ഭർത്താവ് പറഞ്ഞു, നീ അറിയോ ഇയാളെ? ഇല്ല. ഇയാൾ ഏത് നാട്ടുകാരനാണെന്ന് അറിയോ? ഇല്ല. നീ പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എവിടെയെങ്കിലും കിടക്കുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നതിലും നമ്മൾ നമ്മുടെ കണ്ണീര് കളയേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ അതൊരു വല്ലാത്തൊരു സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലങ്ങളിൽ നമ്മൾ ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ പുരുഷന്മാരുടെ ജോലിയാണ് ഇത്, ഒരു സ്ത്രീ വരുന്നു എന്നുള്ള രീതിയിൽ പലരും പല രീതിയിലും നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടാവാം, കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാൻ, പടക്കുന്ന ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കാറുണ്ട് അല്ലേ? ആനയൂട്ടുണ്ട്. ആനയൂട്ടിൻ്റെ ഇതിൽ കുറേ എല്ലാം പുരുഷ ഫോട്ടോഗ്രാഫർമാരാണ്. അപ്പം അന്ന് ഞാൻ ഇത് തുടങ്ങിയിട്ടില്ല, വൈൽഡ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആന എന്ന് പറഞ്ഞാൽ ആനപ്രാന്ത് ഭയങ്കരമാണ് എനിക്ക്. അത് പേജ് ചെക്ക് ചെയ്താൽ നന്നായിട്ട് മനസ്സിലാവും. കാരണം എപ്പോഴും ആനകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ ആനകളെ ഊട്ടുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു സ്റ്റെപ്പായിട്ട് ലാഡർ പോലെ പന്തൽ പോലെ കെട്ടി ഉയർത്തി നിർത്തിയിട്ടുണ്ട്. അവിടെ എല്ലാ ആണുങ്ങളും കയറിയിരുന്നുകൊണ്ട് ഞാനും വലിഞ്ഞ് കയറി. അതാരും അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അന്ന് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അന്ന് മനോരമയുടെ ഫോട്ടോഗ്രാഫറുണ്ട്, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ നീ ഒരാൾ കയറി നിന്ന് ഫോട്ടോ എടുത്തു. നീ എന്തെങ്കിലും ആയിക്കോട്ടെ, അതായത് നീ വിജയിക്കുകയോ വിജയിക്കില്ല എന്നൊന്നും നല്ല പ്രശ്നം, നീ ആ ഉയരത്തിൽ നിന്ന് ആനയുടെ ഫോട്ടോ എടുക്കാൻ കയറി. അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മനസ്സുകൊണ്ട് ഞാൻ അത് ഇത്രയും വയസ്സായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ, അത് എനിക്കൊരു പ്രചോദനം തന്നെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ഗേൾസിൽ കൂടുതലും കണ്ടുവരുന്നതാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വല്ല സൊല്യൂഷൻ ഉണ്ടോ? കാരണം ഇവിടെ ഇരിക്കുന്ന ഗേൾസ് എപ്പോഴും ഫേസ് ചെയ്തിട്ടില്ലേ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ? ഉണ്ടോ? അവർക്ക് പറയുമോ? നിങ്ങൾക്ക് പബ്ലിക് അല്ല, ഇവൻ മോസ്റ്റ്ലി ഉള്ള സ്റ്റുഡൻസിൻ്റെ ആയാലും വുമൻസ് പറയുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ്, എനിക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കും മാം ഇങ്ങനത്തെ ഒരു ഡിസീസ്? അത് ബേസിക്കലി ഫീമെയിൽ അനാറ്റമിയുടെ പ്രശ്നമാണ്. മെയിൽ അനാറ്റമിയിൽ യൂറിത്ര എന്ന് പറയും. യൂറിത്ര കുറച്ചുകൂടി വലുതാണ്, മോർ ദാൻ 10 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഫീമെയിലാണെങ്കിൽ അത് കുറച്ച് ചെറുതാണ്, 4 സെൻറ്റിമീറ്റേഴ്സോളം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡിലായിട്ട് നമ്മുടെ ബ്ലാഡർ തമ്മിലുള്ള കണക്ഷൻ ഭയങ്കര ചെറിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആണുങ്ങൾക്കത് യൂറിത്ര കുറച്ച് വലുതായതുകൊണ്ടാണ് അവർക്ക് വരാതിരിക്കുന്നത്. അത് അനാറ്റമിയുടെ പ്രശ്നമാണ്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. നമ്മളങ്ങനെ മൂത്രം ഒഴിക്കാതെ പിടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ഇപ്പം എന്തെങ്കിലും ചെറിയൊരു അണുബാധ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് വരാണെങ്കിൽ പിന്നെ അവിടെ ഒരു വളർച്ച ഉണ്ടാവില്ല. ഒരു നല്ലൊരു എന്താ പറയുക, ഹൈഡ്രേഷൻ, പ്രോപ്പർ യൂറിനേറ്റിങ് അതൊക്കെ ചെയ്താൽ തന്നെ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്രക്ക് നെക്സ്റ്റ് ഇപ്പോൾ സ്വാദിഷ്ടമുണ്ട്, നെക്സ്റ്റ് ഒരു ലെവൽ സ്റ്റെപ്പ് എങ്ങനെ എടുത്ത് വെക്കണം എന്നാണ് ഒരാഗ്രഹം. ഇപ്പോൾ സ്വാദിഷ്ടമുണ്ട്, എപ്പോഴും സ്വാദിഷ്ട തന്നെയാണ് ഉണ്ടാവുക. അടുത്ത സ്റ്റെപ്പും സ്വാദിഷ്ടക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്.
അതിലിനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെ ഒരു ഫ്രോസൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു ചെറിയതായിട്ട്. അതിനെ ഇനി പീക്ക് ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അതിനെ കുറിച്ചിട്ടുള്ള റിസർച്ചുകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്. കുറേ ലേഡീസ് സ്റ്റാഫ്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന്. സോ ഇവരെ എല്ലാവരെയും എങ്ങനെ യുണൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു? നമ്മൾ മോസ്റ്റ്ലി കേൾക്കാറുള്ളതാണ്, ലേഡീസ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ കൊതിഞ്ഞോണയും പറഞ്ഞിരിക്കും, അല്ല പണി നടക്കില്ല, കുടുംബശ്രീയാണ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് പറയുന്നത്. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? അത് ഉള്ളത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നാടൻ സ്ത്രീകളാണ് നമ്മളെ കൊടുക്കുന്നത്. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എന്തായാലും ലേഡീസ് തമ്മിൽ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അതിനുള്ളൊരു ടൈം നമ്മൾ വേറെ കൊടുക്കണം. പക്ഷെ പണിയെടുക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ യുണൈറ്റ് ചെയ്തിട്ട് എങ്ങനെ അവരുടെ ഇതിൽ മാത്രം നമ്മൾ അവരുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളെ ചാലഞ്ച്. അവരുടെ അത് ആ ഒരു മൈൻഡിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വർക്കിലേക്ക് എത്തിക്കാൻ അതിനൊരു പണിയുണ്ട്. അത് പണിയെടുപ്പിക്കാൻ എങ്ങനെ എടുക്കുന്നത്, അതെങ്ങനെയാണ് എല്ലാ ഈ വുമൻസ് എപ്പോഴും പറയുന്നു. കാരണം ലേഡീസ് കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഥയൊക്കെ പറഞ്ഞിരിക്കും. എങ്ങനെയാണ് ആ ഒരു യൂണിറ്റി കൊണ്ടുവരുന്നത്? യൂണിറ്റ് ഉണ്ടാക്കാൻ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ, ഇപ്പൊ എൻ്റെ യൂണിറ്റിൽ കിച്ചൺ ഇൻചാർജ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ആരാണ് സീനത്ത് അതിന് വേണ്ടിയിട്ട് ശരിക്കും എന്നും ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിട്ട് ഞങ്ങൾ കിച്ചണിൽ നിന്ന് വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. ഒരു കിച്ചണിൽ, ഒരു ക്ലോസ്ഡ് കിച്ചണിൽ സ്ത്രീകളെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഒരു രസം തന്നെയാണ് കേട്ടോ. അവരുടെ വർക്ക് ഒരു കോർഡിനേഷൻ അവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നും. അവരൊരു കോർഡിനേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ വർക്ക് ഷെയർ ചെയ്തിട്ടും നമ്മളെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാളത് ചെയ്യാൻ പറ്റിയത് അത് ചെയ്യാം, അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നതും അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതും അവരുടെ കഴിവ് തന്നെയാണ്. നമുക്ക് ഇത്തേനെ ഒന്ന് വിളിക്കാം. ഇത്തയുടെ കുറെ ഹാർഡ് വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇത്ത ഒന്ന് വരുമോ, സ്റ്റേജിലേക്ക് വരുമോ? ഇപ്പോൾ നമ്മൾ അർജന്റായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കുക, പെൺപിള്ളേരെല്ലാം കൂടി നിന്ന് വർത്താനം പറയാം. എന്ത് ചെയ്യും? ഇല്ല, ഞാൻ എന്നിട്ട് അവരുടെ കയ്യിൽ പറയാണ് എൻ്റെ സാധനം എനിക്ക് ഇത്ര സമയത്തിന് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനവരോട് അങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. എനിക്ക് ഈ സാധനം ഇത്ര സമയത്തിന് ഒരു കിച്ചൺ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമില്ല. കാരണം പല സ്വഭാവക്കാരാണ്. അവരെ അവരെ മനസ്സറിഞ്ഞിട്ട് ഓരോരുത്തരും മൈൻഡ് പിടിക്കുകയാണ് ഞാൻ ആദ്യം. അല്ല, അത് സ്നേഹം കൊണ്ടാണോ ചീത്ത പറഞ്ഞിട്ടാണോ? സ്നേഹമാണ് കൂടുതൽ. പിന്നെ ചില സമയത്ത് നമുക്കൊന്ന് ദേഷ്യപ്പെട്ട് വരിച്ചാലും പരമാവധി ഞാൻ അവരെ പോലെ തന്നെയാണ്. ഒരു തവണ சொன்னா 100 തടവ சொன்ன மாதிரி കിച്ചൺ. അല്ല, അപ്പൊ അവരെ മനസ്സ് നമ്മൾ അറിയും. അവരുടെ കൂടെ നിന്നിട്ട് അവരെ സ്വഭാവം നമുക്ക് അറിയാലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പറ്റിയ വാക്കുകൾ ഞാൻ മനസ്സിലാക്കും. ഇന്നയാൾക്ക് ഇന്നതാണ് ചെയ്യാൻ പറ്റുക, ഇന്നയാൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വാക്കുകൾ കൊടുക്കും. സ്വാദിഷ്ടയുടെ കൂടെയുള്ള ജേണ എങ്ങനെയുണ്ട്? ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫുകളും ഹാപ്പിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തേ പറ്റി എന്താ 2 വാക്ക് പറഞ്ഞിട്ട് നോക്കും? ഞങ്ങളുടെ സ്റ്റാറാണ്. ഞങ്ങൾ നല്ലൊരു ലെവലിൽ എത്തി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. ഞങ്ങൾ മോട്ടിവേഷൻ ചെയ്യുക. എപ്പോഴെപ്പോഴും മെനായ പോരാ, എപ്പോഴും അങ്ങോട്ട് മോട്ടിവേഷൻ കൊടുക്കുമല്ലേ? എപ്പോഴും പറയും ഉയർത്തിക്കൊണ്ടുവരാൻ ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ ആളും നല്ല ഹാപ്പിയാണ് ഞങ്ങളുടെ കൂടെ. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് തൊഴിലാളികൾ മോട്ടിവേഷൻ മുതലാളി അല്ല, അയ്യോ അങ്ങനല്ല. അല്ല അതല്ല, ഒരു കാര്യം പറയട്ടെ, അതാണ് വേണ്ടത് അല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ വേണം, ഇത് നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റൂ എന്ന് പറയണം. നിങ്ങളുടെ വളർച്ച ഞങ്ങളിലൂടെയാണ് പറയുന്നുണ്ട് അല്ലേ? അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നന്നായി ഈ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുക. നന്നായി മോട്ടിവേഷൻ കേട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇനി അങ്ങോട്ട് ഹൈപ്പിലോട്ട് കൊണ്ടുവരിക, സ്വാദിഷ്ടയെ സൂപ്പർ ആക്കുക. ഓക്കെ, താങ്ക് യു. ആക്ച്വലി രുചിയുടെ MD ആയ ഉസ്മാനിക്കായോട് വന്നിട്ടുണ്ട്. ഇക്കായ സ്റ്റേജിലേക്ക് വരണം. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാം. ഞാൻ അടുത്ത കാലത്തായിട്ട് കുറച്ചും കൂടി എന്താ പറയുക, കാലത്തിൻ്റെ അനിവാര്യതയിലൂടെ സ്ത്രീ സൗഹൃദമായ മനുഷ്യനാണ് ഞാൻ.
എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പെണ്ണുങ്ങളെ. പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ ലോകത്തിൽ വന്ന മാറ്റം അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ വന്ന മാറ്റം ഒരു പരിധി വരെ ചെറിയ അളവിൽ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇവിടെ മുന്നിലിരിക്കുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വം വഹിക്കുന്ന വനിതകളെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ സന്തോഷമാണ്. അതിൻ്റെ ഒരു കാരണം ഇവരുടെ ഒരു വനിതാ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ നമ്മുടെ കമ്പനിയുടെ ഭാഗമാക്കി എന്ന് പറയുന്നതിലൊന്നും അത് ശരിയല്ല. അവരുടെ കഴിവും അവരുടെ സമർപ്പണം ഈ കമ്പനിക്ക് അവർ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ വനിതാ സൗഹൃദക്കാരനായത്. അത് നിങ്ങൾ പിന്നെ ഞാൻ പലപ്പോഴും ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന ആളാണ്. പലപ്പോഴും പേഴ്സണലായിട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്ന ആളാണ്. അതിലൊരു കാര്യം എപ്പോഴും ഞാൻ ഇവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ പോലും ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാശി പിടിക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ വാക്താക്കളാകരുത് എന്ന അഭിപ്രായക്കാരനാണ്. അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ്. അത് എവിടെയോ തിരിച്ചറിയപ്പെടാതെ പോയിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതെ പോയിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് വെറുതെ ഇങ്ങോട്ട് പോരുമ്പോൾ ഈ വണ്ടിയിൽ കയറുമ്പോൾ ആലോചിച്ചൊരു വിഷയമാണ്, ഏത് കാലഘട്ടത്തിലായിരിക്കും സ്ത്രീ ഈ പകുതിയായത്, അല്ലെങ്കിൽ പകുതിയിലേക്ക് പിന്നിലേക്ക് പോയത്. ഞാനത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ പറയുന്നത് സ്ത്രീക്ക് ഒരു തുല്യ സ്ഥാനമല്ല, അല്ലെങ്കിൽ പകുതി സ്ഥാനമല്ല, അതിനു മേലെയാണ്. വെറുതെ നിങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഈ വിഗ്രഹവൽക്കരിച്ചോ എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. ദേവിയാണ്, അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വിഗ്രഹമാക്കി വിഗ്രഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ എൻ്റെ ആളുകൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയും, ഏറ്റവും ഭംഗിയിൽ ഒരു കുടുംബം നടത്തിയിട്ട് അവരുടെ മക്കളെ ഉയർന്ന സ്ഥാനത്തിലെത്തിച്ചാണ് ഈ പെണ്ണ്. അവരുടേതായിട്ടുള്ള എല്ലാ കഥകളും ഒരു കുടുംബം നടത്തുന്നതിലും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സ്ഥാപനത്തിൽ അവരുടെ പങ്ക് വഹിക്കുന്നതിലും നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജസ്ന എന്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതപ്പോൾ എനിക്ക് മനസ്സിലായില്ല. മാം, ഈ അടുത്ത കാലത്ത് അവര് ചെറിയ കുട്ടിയാണ്, കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഊർജ്ജസ്വലയായിട്ട് നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ബിന്ദുവിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. എന്താണെന്ന് വെച്ചാൽ അവര് കോസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൂടെയാണ്. ഒരാളും ഒന്ന് കൃത്യമായിട്ടൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് പ്രീ കോസ്റ്റ് ഉണ്ട്, അതിനൊരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട്. നമ്മുടെയൊക്കെ അത്രയും വലിയ ഹൈഫൈ ഒരു സിസ്റ്റമാറ്റിക് കമ്പനി എന്നല്ല. അവർക്ക് സിസ്റ്റങ്ങൾ ഉണ്ടെന്ന് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റുകൾ ഇവിടെ സ്ത്രീ സഹജമായിട്ടുള്ള, അവിടെ നിങ്ങൾ സ്ത്രീ സഹജം എന്ന് പറയുമ്പോഴൊക്കെ ഇപ്പോ അത് ചെറുതാവുക എന്നല്ല, അത് മേന്മയായിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീ സഹജമായിട്ട് അവരുടെ വാപ്പയുടെ പ്രായമുള്ള ആളുകളാണ് കുറെ ചേട്ടാ തരില്ലേ, മറ്റന്നാ തരൂട്ട എന്തിന് ചീത്ത പറയട്ട, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ പറയാ ചേട്ടനൊന്നും എഴുതി തന്നു, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, അത് നിങ്ങളുടെ കണക്കല്ലാത്ത ബാക്കിയുള്ള ഞാൻ കൊടുത്തോളാം. ഇങ്ങനെ വളരെ വൃത്തിയായിട്ട്. പിന്നെ കളർ കോഡിങ്ങിലൊക്കെ എന്തൊക്കെയാന്ന് പറയാ, എല്ലാ കളർ കോഡിങ്ങും ഞാൻ എടുത്ത് കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. വളരെ വൃത്തിയായിട്ട്, അവളൊരു MBA കാര്യമൊന്നുമല്ല, വളരെ വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇവരിലൂടെ ഒരു പരിധി വരെ സ്ത്രൈണതയും കൂടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിശാസ്ത്രമാണ് ഇവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവായതകളും സ്റ്റുഡൻസൊക്കെ ആയ സ്ഥിതിയിൽ എനിക്ക് പകുതി പഠിക്കാനുള്ളതാണ്. അപ്പോൾ മനുഷ്യന് അത്രേ വെളിവുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് അത് കൂടിയത്, എന്തുകൊണ്ടാണ് അത് കൂടുന്നത്, നിങ്ങളുടെ സർവീസ് അത്രയും കൂടി കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഇവർ ചിലപ്പം പുതപ്പ് തലയിലിട്ടിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സന്തോഷപൂർവ്വം ഇപ്പോൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരൊരു സ്ത്രീയായ കാരണം. എങ്ങനെയാണെന്നറിയാം, അവരിൽ ജനിതകമായിട്ട്, ഡോക്ടറൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, ഞാൻ ജനിതകമായിട്ട് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതാണ് മൾട്ടി ടാസ്കിങ്. പുരുഷനത് കഴിയും.
ഇതാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. നിങ്ങളിൽ മൾട്ടി ടാസ്ക് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഒരേ സമയത്ത്, ഞാൻ എൻ്റെ മരുമകളെ പറ്റിയിട്ടും പറയും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഭാര്യ 7 പ്രസവിച്ച ആളാണ്, 4 മക്കളുള്ളൂ. 3 ആൾ ചില സമയങ്ങളിൽ പ്രസവിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ മരണപ്പെട്ടു. അപ്പോൾ 7 പ്രസവിച്ച അന്നും ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഞാൻ മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികളാണ്. അന്നൊന്നും നിങ്ങൾക്കില്ലാത്തൊരു തിരിച്ചറിവ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മരുമക്കളൊക്കെ പ്രസവിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു? അപ്പം ഞാൻ പറഞ്ഞ അന്ന് ഞാൻ വാസം പറഞ്ഞ അത്ര ഒന്നാമത് ഞാൻ ഇതിനേക്കാൾ ചിലപ്പം എന്തെങ്കിലും സമ്പാദ്യങ്ങൾ നേടാനും ജീവിതം കുരുപ്പിടിക്കാനുള്ള വല്ലാത്ത ഓട്ടത്തിലാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും അങ്ങനെ പിന്നെ എന്തൊക്കെയോ ഒരു ചെറിയ സ്വാർത്ഥമുള്ള വെച്ചാൽ ഞാൻ പലതും ക്ഷമിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയും ഒരുപാട് സഹിക്കണം ക്ഷമിക്കണം എന്നുള്ള ഒരു സ്വാർത്ഥത എൻ്റെയൊക്കെ ഉള്ളതാണ്. അല്ലാണ്ട് എൻ്റെ ഭാര്യയോട് എനിക്ക് ഇഷ്ടമില്ലാണ്ടോ തൃപ്തി ഇല്ലാത്തതല്ല. കുറേയൊക്കെ ഞാനും ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പലതും, അതായത് പല സമയത്തും ക്ഷമിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയും എൻ്റെ അളവിൽ തന്നെ ക്ഷമിക്കണമെന്ന് ഞാൻ ചിലപ്പോൾ വാശി പിടിക്കുന്നതായി. അതേപോലെ തന്നെ ഓരോരുത്തരും ഞാൻ പറയാം, ഇസ്മത്ത് നമ്മുടെ ക്വാളിറ്റി കൺട്രോളറായിട്ട് വന്നതാണ്. അവർ പലതും ഞാൻ കച്ചവടക്കാരനാണല്ലോ, ചിലതൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ഇവരുടെ പ്രേരിപ്പിക്കും. ഇവർ പറയും പറ്റില്ല സാറേ, അത് കഴിയില്ല, അത് കാരണം അത് കൊടുക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതേ ചേരുള്ളൂ. ആ വാശി അവർ പല കാര്യത്തിലും കാണിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഭക്ഷണം പിന്നെ സ്റ്റാഫിൻ്റെ ഇടയിൽ വിതരണം ചെയ്തപ്പോൾ അത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാതിരുന്നപ്പോൾ ഇവർ അതേ ശക്തി ഉപയോഗിച്ചു. ഞാനിവിടെ ഉള്ളിടത്തോളം കഴിക്കാൻ പറ്റാത്തൊരു ഭക്ഷണം സ്റ്റാഫിനല്ല ഞാൻ ആർക്കും കൊടുക്കില്ല. ഇതിൽ നിങ്ങൾ കഴിക്കാതിരിക്കണം, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം കമ്പനി. എന്തുകൊണ്ടാണ്? പഴകിയതാണോ, അത് സ്മെല്ലുണ്ടോ, നിങ്ങൾ കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്നോ, അത് അവർ വളരെ വ്യക്തമായിട്ട്, അതാണ് നമ്മളിലുണ്ട്. നമുക്കൊരു നിലപാട് വേണം ജീവിതത്തിൽ. അത് ശരിയാണെങ്കിൽ, അതുപോലെ HR ആയിട്ടുള്ള ഷെറീനും പറയുമ്പോൾ ഏറ്റവും പ്രഷർ അനുഭവിക്കുന്ന ഒരാളാണ്. അവരിലൊക്കെ അതേപോലെയുള്ള ഈ ഇരിക്കുന്ന ആൾ ഇന്നലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ അവരിൽ കണ്ടെന്താ വെച്ചാൽ അവരുടെ മുഖത്ത് ഒരു ഭാവമുണ്ട്. ഭാവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാധാരണഗതിയിൽ അർത്ഥമാക്കാൻ അഹംഭാവം മാത്രമാണ് ഭാവമായിട്ട് വരുള്ളൂ, പക്ഷെ ഭാവമുണ്ട്. അതേപോലെ സീന പറഞ്ഞു, സീന ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഒരേ വീട് പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രം ജീവിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഒരു ടീച്ചറായി പോയി, പിന്നെ മക്കളുടെ ഒക്കെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഔദ്യോഗിക ജീവിതമൊന്നും ഇല്ലാതെ ഒരു കുടുംബിനിയായിട്ട് തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ കയറിയത്. ആ കാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതൊക്കെ കാലത്ത് ഇട്ടുപോകുന്നു. അത് റഹീമി അവരും തമ്മിൽ കൃത്യമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടായി. വളരെ വൃത്തിയിൽ നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോൾ റഹീമ അത് തുറന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ അതിലുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനും നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നായ ഉണ്ടെന്ന് ഒരു ബോധ്യമായിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ വടിയെടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്താവും, വടിയെടുക്കാതെ പോകും, നമ്മൾ കടിയേൽക്കും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ അവർ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ച ആദ്യം എനിക്കാണ് കൂടുതൽ ഫോണുകൾ വരാറുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ ഇയാളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിനിടയ്ക്ക് ഏറ്റവും ചെറിയ 20 കോളെങ്കിലും എനിക്ക് വരും. അത് പ്രധാന 8 എണ്ണം പിന്നെ അതുപോലെ പിന്നെ ജബീന നമ്മളുടെ കൂടെ ഈ സീനയുടെ നാത്തൂനും കൂടിയാണ്. നല്ലൊരു കുടുംബിനിയായിട്ട് ഇവരുടെ ഉമ്മയെ നോക്കുന്ന ഇത് കണ്ടാൽ എനിക്ക് അസൂയ തോന്നും. കാരണം എന്താ വെച്ചാൽ ഉമ്മയ്ക്ക് ചോറ് ഇഷ്ടമല്ല. എന്നോട് ഇപ്പോൾ വാസം പറഞ്ഞാൽ ഞാനിപ്പോഴും പറയണു, ഞാൻ കൊടുത്തതിന് ഉമ്മയ്ക്ക് മിഠായി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണട്ടാ. അത് അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം സംഘടിപ്പിച്ച് കൊടുക്കാൻ. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ പൊറോട്ട ഉണ്ടായാൽ അതിന് എന്നോട് പറയും, ഞാൻ 2 പൊറോട്ട എടുത്തിട്ടാ ഞാൻ ഉമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ കേട്ടാ. അപ്പോൾ ഒരു കുടുംബം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തുന്നു, അതൊക്കെ അഭിമാനപൂർവ്വം ഞാൻ അവരെ സ്മരിക്കുന്നു. Thank you everyone, and I wish you happy Women's Day for every woman.